റഷ്യയും ഇന്ത്യയും ചേർന്നൊരു വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിക്കുന്നു. ഇതിൽ ചൈനയും പാകിസ്ഥാനും വിറയ്ക്കുകയാണ്. എന്താണ് സംഭവം? ശരിക്കും പറഞ്ഞാൽ S-500 എന്ന് പറയുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനം, ഇത് ഇപ്പം ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്ന് സംയുക്തമായിട്ട് നിർമ്മിക്കാമെന്ന് ആലോചിക്കുന്നത്. ഇതിനൊരു കാര്യമുണ്ട്. S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ പാകിസ്ഥാനുമായിട്ടുണ്ടായ ഈ സംഘർഷാവസ്ഥയിലൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ മിസൈലുകളെ അല്ലെങ്കിൽ ഡ്രോണുകളെ, ആണവ പോലെയുള്ള മിസൈലുകൾക്ക് തുല്യമായ മോട്ടോർ ആക്രമണങ്ങൾ, ഇതിനെല്ലാം തടുത്തത് ഈ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ S-400 എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിന് ലോകത്ത് മുഴുവൻ വലിയ ഡിമാൻഡ് ഉണ്ടായി. കാരണം റഷ്യ നൽകിയ ആ ഒരു പ്രതിരോധ സംവിധാനത്തിന് എത്രത്തോളം ഫലപ്രദമാണെന്ന് യുദ്ധമുന്നണിയിൽ നിന്ന് തന്നെ ലോക രാജ്യങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇവർ വിട്ടിരിക്കുന്നത് ഡ്രോണ്, മിസൈൽ ആക്രമണങ്ങളെ, എയർക്രാഫ്റ്റ് വെച്ചുള്ള ആക്രമണങ്ങൾ, ഇതിനെല്ലാം തന്നെ തടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തടുത്തപ്പോൾ നമുക്കും റഷ്യയോട് വലിയ നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. കാരണം അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ 2016 ഇങ്ങനെ ഒരു സംവിധാനം വാങ്ങണമെന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. ഏതാണ്ട് 40,000 കോടി രൂപയായിരുന്നു അന്നത്തെ ചെലവ്. അന്ന് ഇത്രയും പണം മുടക്കി എന്തിനാണ് നമ്മൾ ഇത്തരം ഒരു പ്രതിരോധ സംവിധാനം വാങ്ങുന്നത്? വലിയ വിമർശനങ്ങൾ ഉയർന്നു. എന്തായാലും 2018 ആയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഈ കരാർ അനുസരിച്ച്, അത് ഗവൺമെൻറ് തല കരാറാണ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 5 യൂണിറ്റുകൾ നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ 5 യൂണിറ്റുകൾ വാങ്ങിക്കുന്നതിൻ്റെ ആദ്യത്തെ യൂണിറ്റ് 2021 ഡിസംബറിൽ നമുക്ക് നൽകി. ഈ കിട്ടിയ ഉടനെ തന്നെ നമ്മൾ റഷ്യയുടെ ഒരു സഹകരണം ഉണ്ടല്ലോ, കാലങ്ങളായിട്ട് ഇന്ത്യയും റഷ്യ തമ്മിലുള്ള സഹകരണം. അപ്പോൾ ഇത് നമുക്ക് തന്നപ്പോൾ തന്നെ നമ്മൾ നേരെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയിലുള്ള തന്ത്രപ്രധാനമായ സ്ഥലത്ത് കൊണ്ട് വിന്യസിച്ചു. കാരണം അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും അധികം ഭീഷണി വരാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ആദ്യത്തെ യൂണിറ്റ് അവിടെ സ്ഥാപിച്ചു. പിന്നീട് ഒരു 2025 ആയപ്പോഴേക്കും നമുക്കൊരു 3 യൂണിറ്റ് കൂടെ കിട്ടി. അപ്പോൾ ഈ 3 യൂണിറ്റുമാണ് നമ്മളിപ്പോൾ വിന്യസിച്ചിട്ടുള്ളത്. മാത്രമല്ല, എന്തിനാണ് അന്ന് S-400 വാങ്ങുന്നതെന്ന് പരിഹസിച്ചവർക്ക് മുമ്പിൽ ഒരു കൃത്യമായ മറുപടിയാണ്. കാരണം ഈ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളുടെ മുനയൊടിക്കാൻ കഴിഞ്ഞത് S-400 എന്ന് പറയുന്ന ഈ പ്രതിരോധ സംവിധാനം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പുടിൻ ഉൾപ്പെടെ നേരിട്ട് നമ്മളുടെ അടുത്ത് വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞത്. മാത്രമല്ല, അവരുടെ പ്രതിരോധ ആയുധ ഇടപാടുകളിൽ വൻ കുതിച്ചുകയറ്റവും ഉണ്ടായി. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഈ 400 പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് റഷ്യയിൽ നിന്ന് നമുക്കൊരു അറിയിപ്പ് വരുന്നത്. S-500 എന്ന് പറയുന്ന അത്യന്താധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനം നമുക്ക് നിർമ്മിക്കാം. അതായത് ക്രൂയിസ് മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുടെ ഒരു ആക്രമണത്തെ ചെറുക്കാൻ പറ്റും. അങ്ങനെ ചെറുക്കാൻ പറ്റുന്ന ഇതിനെക്കുറിച്ച് മോദി റഷ്യയിൽ സന്ദർശനത്തിന് ചെന്നപ്പോൾ തന്നെ പുടിൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം, അത് സംയുക്തമായി നിർമ്മിക്കാം, വേണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാമെന്നൊക്കെ പറഞ്ഞു. അന്ന് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ S-400 വളരെ വിജയകരമാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല, അത് പാകിസ്ഥാന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റി. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അന്തം വിട്ടു. കാരണം ചൈന റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 മേടിച്ചിട്ടുണ്ട്. അതായത് 2008 റഷ്യ സ്വന്തമായിട്ട് അത് ഉപയോഗിച്ചു. 2015 ആയപ്പോഴേക്കും ചൈന റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിച്ചു. അപ്പോൾ സ്വന്തമായി പ്രതിരോധ സംവിധാനമുള്ള ചൈന പോലും റഷ്യയുടെ കയ്യിൽ S-400 വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ കരുത്തിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളത് കൊണ്ടാണ്. അതിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുന്നതാണ് S-500. അപ്പോൾ അത് ഇന്ത്യയുമായി ചേർന്ന് നിർമ്മിക്കാൻ അവർ തയ്യാറായി എന്ന് പറയുന്നതിൻ്റെ കാര്യം, കാലാകാലങ്ങളായി സോവിയറ്റ് യൂണിയനുള്ള കാലം മുതൽ തന്നെ ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമാണുള്ളത്. അത് ആയുധ ഇടപാടിലും സാമ്പത്തിക ഇടപാടിലുമൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇപ്പോൾ റഷ്യ വന്നപ്പോൾ നമുക്ക് റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് ആയുധ കരാറിൽ ഏർപ്പെടുമ്പോൾ റഷ്യ പിണക്കിക്കൊണ്ട് നമ്മൾ മറ്റു രാജ്യത്തേക്ക് പോകില്ല എന്നൊന്നുമില്ല. ഇപ്പോൾ റഫേൽ യുദ്ധവിമാനം വാങ്ങാൻ നമ്മൾ ഫ്രാൻസിലേക്ക് പോയി. അവിടെ റഷ്യയ്ക്കും അമേരിക്കയും അതൃപ്തിയുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു അത്ഭുതമായി നിലകൊള്ളുകയാണ്. ഇപ്പോൾ താഡ് എന്ന് പറഞ്ഞ് അമേരിക്ക സ്വന്തമായിട്ടൊരു വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയൺ ഡോം, ഇപ്പോൾ ഇസ്രായേലിന് കൊടുത്തേക്കുന്ന അയൺ ഡോമാണ്. അതുപോലെ തന്നെ ഡേവിഡ് സ്ലിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, ആരോ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും താഡ് എന്ന് പറയുന്ന സംവിധാനമാണ് ഏറ്റവും അത്യന്താധുനികം. അമേരിക്ക ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കും അത് നൽകണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്. നമ്മൾ അതിനോട് യോജിച്ചില്ല. മാത്രമല്ല, S-400 എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിൽ അത്രയും വിശ്വാസം നമ്മൾ പ്രകടിപ്പിച്ചു. ഇപ്പോൾ താഡിൻ്റെ അല്ലെങ്കിൽ ഈ ആരോടെ അതുപോലെ തന്നെ ഡേവിഡ് സ്ലിംഗിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇസ്രായേലിൽ ചില വീഴ്ചകൾ ഉണ്ടാകുന്നു. ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ അവർക്കായി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ വിമാനത്താവളത്തിന് അടുത്തുവരെ മിസൈൽ വന്ന് വീഴുന്നു. അപ്പോൾ ആ പ്രതിരോധ സംവിധാനത്തിൽ പാളിച്ചുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇത്രയും ആക്രമണമൊക്കെ നടത്തി, ഡ്രോണിൻ്റെ ആക്രമണം തുർക്കിയിൽ നിന്ന് കിട്ടിയ ആയതുകൊണ്ട്, ചൈനയിൽ നിന്ന് കിട്ടിയ ആയതുകൊണ്ടും ഇതെല്ലാം ഉപയോഗിച്ചിട്ടും ഒരിക്കൽ പോലും നമ്മുടെ S-400 പ്രതിരോധി അതിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, S-400 മാത്രമല്ല, നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് പറയുന്ന മറ്റൊരു പ്രതിരോധ സംവിധാനമുണ്ട്.
ഇതിൻ്റെ പ്രത്യേകത ഏതാണ്ട് 20 കിലോമീറ്റർ മുകളിൽ വരെ നമുക്ക് വ്യോമ പ്രതിരോധമൊക്കെ തീർക്കാൻ പറ്റും. മാത്രമല്ല 20 മീറ്റർ നീളമുണ്ട്, 70 കിലോഗ്രാം ഭാരമുണ്ട്, മാത്രമല്ല 60 കിലോയോളം ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാനും കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ആകാശ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനമുണ്ട്. അപ്പോൾ ഒരേപോലെ S-400 നിയന്ത്രിക്കുന്നത് കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന ആകാശ് സംവിധാനത്തെ നിയന്ത്രിക്കാം. അതിനുള്ള സംവിധാനങ്ങളും ഇതിനോട് ചേർന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചൈന അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇരു രാജ്യങ്ങളും ഞെട്ടി. ഈ പുതിയ വരവിനെ അല്ലെ പുതിയൊരു ഉദ്യമത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും ഇനി ചൈനയ്ക്ക് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. പാകിസ്ഥാനും വലിയ പ്രതിസന്ധിയാവും. അപ്പം ഈ യുദ്ധമുന്നണിയിൽ ഇവർ ഒരു സൂപ്പർ സ്റ്റാറായി മാറിയെന്നല്ലേ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഈ സൈനിക ശക്തിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത് വന്നപ്പോൾ തന്നെ ചൈനയ്ക്ക് സ്വാഭാവികമായിട്ടും ചൈന എന്നല്ല ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അതൃപ്തി തന്നെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇസ്രായേലും റഷ്യ, ഫ്രാൻസ്, ഡച്ച് പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് ഈ ആയുധ ശേഖരണത്തിലാണെങ്കിലും ഒക്കെ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ചൈനയും പാകിസ്ഥാനും തുർക്കിയും ഒക്കെ നമ്മൾ ഈ ആയുധങ്ങൾ വാങ്ങിക്കുമ്പോൾ, പ്രത്യേകിച്ച് റഷ്യയുമായി ചേർന്ന് നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കുമ്പോൾ ഭയപ്പെടുക തന്നെ വേണം. കാരണം നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഈ പാകിസ്ഥാനില്ല. ചൈന കൊടുക്കുന്ന ആയുധങ്ങൾ വെച്ചിട്ട് പോലും ഇവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. തുർക്കി നൽകിയ ആയുധങ്ങളെയും നമ്മൾ തകർത്ത് കളഞ്ഞു, ചൈന നൽകിയ ആയുധങ്ങളും നമ്മൾ തകർത്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ആയുധ ശേഖരവും നമ്മൾ നിർമ്മിക്കുന്ന സംവിധാനങ്ങളും ഒക്കെ വളരെ മികച്ചതാകുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസ് വാങ്ങാൻ തന്നെ 18 രാജ്യങ്ങളാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ വലിയ രീതിയിൽ മുന്നേറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഈ ആകാശ് മിസൈലിന്റെ കാര്യം ഞാൻ ഒന്നും എടുത്തു പറയാം. ഇപ്പൊ ഈ നമ്മുടെ ഈ ആകാശ് മിസൈൽ ഡോക്ടർ രാമറാവു എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളെയാണ് ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ എന്ന നിലയിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അന്ന് ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഈ ഉത്തരവാദിത്വം ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്. അങ്ങനെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, അതായത് DRDO വലിയ റിസർച്ച് ഒക്കെ നടത്തിയിട്ട് ഇത് നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് ഇത് നിർമ്മിക്കുന്നു. ഈ നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിന് ഇത്രയും കപ്പാസിറ്റി ഉണ്ടെന്ന് ലോകരാജ്യങ്ങൾ കൂടി ബോധ്യപ്പെട്ടത്. അതായത് ഡ്രോണുകളുടെ ആക്രമണങ്ങളെ കംപ്ലീറ്റ് ചെറുത്തത് ഈ ആകാശാണ്. അതായത് പാകിസ്ഥാൻ നമ്മൾക്ക് നേരെ ആക്രമണം നടത്താൻ തുനിയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പഞ്ചാബിൻ്റെയും അതുപോലെ തന്നെ രാജസ്ഥാൻ്റെയും ഒക്കെ അതിർത്തിയിൽ, ജമ്മു കാശ്മീരിൻ്റെ അതിർത്തിയിലെല്ലാം കൊണ്ട് നമ്മൾ ആകാശിനെ വിന്യസിച്ചു. അപ്പോൾ ഒരേ സമയം നമുക്ക് S-400 സേവനവും ലഭിച്ചു, അതുപോലെ തന്നെ ആകാശ് മിസൈലിൻ്റെ സേവനവും ലഭിച്ചു. ഇനി S-500 പോലെയുള്ള അത്യന്താധുനികമായ ഈ വ്യോമ പ്രതിരോധ സംവിധാനം വന്നു കഴിഞ്ഞാൽ ഫൈറ്റർ ജെറ്റുകളെ അതുപോലെ തന്നെ ആണവ ആക്രമണങ്ങളെ പോലും പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ മിസൈലുകളെ, ഈ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള മിസൈലുകൾ വന്നാൽ പോലും നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റും. മാത്രമല്ല കപ്പലുകളിൽ നിന്നുള്ള ആക്രമണമുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നാവിക മേഖല വലിയ ശക്തിയാണ്. പക്ഷേ ഇതേപോലെ തന്നെ പാകിസ്ഥാനോ ചൈനയുടെ സഹായത്തോടു കൂടി നാവിക മേഖലയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആക്രമണം വരാം. അപ്പം ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, അതല്ലെങ്കിൽ ആണവ പോർമുനകളുള്ള മിസൈൽ, ഇത്തരത്തിലുള്ള ആക്രമണം വന്നാൽ പോലും നമുക്കതിനെ തടയാൻ കഴിയും. അതുകൊണ്ട് തന്നെ S-500 എന്ന് പറയുന്നത് ഒരു വജ്രായുധമായി മാറാൻ പോവുകയാണ് ലോകത്തിന് മുന്നിൽ. അത് ഉണ്ടാക്കുന്നതായിക്കോട്ടെ ഇന്ത്യയും റഷ്യയും കൂടി ചേർന്ന് ഒരു സംയുക്ത സംരംഭം എന്ന നിലയിലാണ്. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റഷ്യ ഇങ്ങോട്ട് വെച്ച ഒരു പദ്ധതിയാണ്. ഇപ്പം നമ്മൾ ഇത്രയും വലിയ വിജയം നേടിയപ്പോൾ അവർ വീണ്ടും നമ്മളെ സമീപിക്കുന്നു, നമുക്കത് നിർമ്മിക്കാം, അതും എത്രയും പെട്ടെന്ന് നിർമ്മിക്കണമെന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ തിരക്ക് കൂട്ടാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ 1ാം ഭാഗമേ കഴിഞ്ഞിട്ടുള്ളൂ. എപ്പോൾ വേണമെങ്കിലും അത് തുടരാം, അല്ലെ ഒരു 2ാം ഭാഗമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ശാശ്വതമായ സമാധാനത്തിലേക്ക് എത്തട്ടെ, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ തീരുമാനമെടുക്കാം. ഇപ്പോൾ റഷ്യ നമ്മളോട് ഇങ്ങനെ പറയാനുള്ള കാര്യമുണ്ട്. അവരൊരു പ്രതിസന്ധിയിൽ നിന്നപ്പോൾ ഇന്ത്യയാണ് സഹായിച്ചത്. കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്ക് ഉപരോധം ഏർപ്പെടുത്തി. ആ സമയത്ത് റഷ്യയുടെ കയ്യിൽ നമ്മൾ എണ്ണ വാങ്ങിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ മറിച്ചു വിറ്റു. അപ്പോൾ അവരെ ഒരു സാമ്പത്തിക ക്രൈസിസിൽ സഹായിച്ച രാജ്യം എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയോട് ഇപ്പം ഇങ്ങോട്ടൊരു സഹായം പറയുന്നത്. മാത്രമല്ല അവരും വലിയ ഹാപ്പിയാണ്. ഇന്ത്യ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയത് S-400 മികച്ച ഒരു പ്രതിരോധ സംവിധാനമാണെന്ന്. എന്തായാലും S-500 വരട്ടെ, സംയുക്ത സംരംഭം എന്നതിൽ അത് മികച്ച ഒരു വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ?